ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഉപ്പ പറഞ്ഞൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. സാറേ, ഞാൻ സുബഹി നിസ്കാരം പ്രാർത്ഥിക്കണം, എൻ്റെ മകൻ ഒന്നും ആക്സിഡൻറ്റ് മരിക്കാനാണെന്ന് പറഞ്ഞത്. കാരണം ഏരിയ ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞ് മരിച്ചു പോകണം. കാരണം എൻ്റെ മകൻ, എൻ്റെ ഭാര്യ അവൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ അവൾ 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കൈയും കാലും ഒക്കെ വിറക്കിയാണ്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ അതേ എൻ്റെ മകൻ 4 കേസിൽ പ്രതിയാണ്. ഇപ്പോൾ അവൻ പോലീസ് അന്ന് അവനെ പിടിക്കുമ്പോൾ 16 ഗ്രാം MDMA പിടിച്ചിട്ടാണ് അവൻ ജാമ്യത്തിലിറങ്ങിയത്. ആ 16 ഗ്രാം MDMA എത്ര പേർക്ക് എൻ്റെ മകൻ കൊടുക്കുകയെന്ന്. അപ്പോൾ അത്രയും അമ്മമാർ സങ്കടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ മരിച്ചു പോകുന്നല്ല നല്ലതെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഈ 5 വർഷം കൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റേണൽ ഓർഗൻസിനകത്ത് എല്ലാം ക്ഷതം വരും. പിന്നെ അവൻ്റെ മാനസിക നില തകരാറാവും. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം. അവനവന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. അത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചിത്രങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും പല രീതിയിൽ ചെയ്യാം ലഹരിക്കെതിരെ. അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ആരും അലസത കാണിക്കരുത്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും മുന്നോട്ട് വരണം. അത് തന്നെയാണ്. പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫിലിപ്പ് സാർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണത്. പൊതുസമൂഹം കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫിലിപ്പ് മമ്പാട് പറഞ്ഞത് ഓർമ്മയില്ലേ? സ്വന്തം മകൻ മരിച്ചു കാണണമേ എന്ന് നമസ്കാരം ചെയ്യുന്ന ഒരു വാപ്പയുടെ അവസ്ഥ, ഒരു ഉമ്മയുടെ അവസ്ഥ, അതെങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയത്? ആ കുഞ്ഞിനെ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവരാണവർ. ആ കുഞ്ഞിനെ എത്രമേൽ പരിലാളിച്ചവരാണവർ. ആ കുഞ്ഞിൻ്റെ കൈകാലുകൾ വളരുന്നത് കാണാൻ ആഗ്രഹിച്ചവരാണ്. അവൻ്റെ വാക്കിൽ നിന്ന് വന്ന ആദ്യത്തെ ശബ്ദത്തിന് കാതോർത്തിരുന്നവരാണ്. ഒടുവിൽ ആ കുഞ്ഞ് മരിച്ചു പോകണമേ, അവനൊന്ന് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടു പോയാൽ മതിയേ എന്ന മനസ്സുരുകി പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുടുംബം എത്തുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരൊറ്റ കാരണമാണ്, നിങ്ങളുടെ സ്വർഗത്തെ